ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ പുണ്യാൾത്താരയിൽ എന്നെ നിർത്തിയതിനോർത്ത് ഞാൻ 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് ബിന്ധ്യ സിജു. ഞാൻ എറണാകുളം മുനമ്പത്ത് നിന്ന് വരുന്നു. മുനമ്പം ഹോളി ഫാമിലി ഇടവകാംഗമാണ്. എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 13/3/2022 അതിനു മുൻപ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് 14/3/2021 ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വരികയുണ്ടായി. വരാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ എനിക്ക് തീരെ ഡിസ്കിൻ്റെ പ്രോബ്ലം കാരണം നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ വെറുതെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ ഒരു ലിങ്ക് കണ്ട്. ആ ലിങ്കിൽ ആരാധന തുടങ്ങുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ നിയോഗങ്ങൾ അടിച്ചു കൊടുക്കാം. അപ്പം എൻ്റെ നിയോഗം ഞാനിങ്ങനെ അടിച്ചു കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ആ ആരാധനയിൽ അച്ഛൻ എൻ്റെ ആ നിയോഗം പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് എൻ്റെ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസം വന്നു. അങ്ങനെ ഞാൻ അന്ന് തൊട്ട് കൃപാസനത്തിൻ്റെ എല്ലാ ഇതും കൂടാൻ തുടങ്ങി. അങ്ങനെ അത് കൊറോണ ഓൺലൈനിലായ സമയത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കുട്ടി, നടക്കാത്തൊരു കുട്ടി ഇവിടെ കൃപാസനത്തിൽ കാലുകുത്തിയപ്പോൾ നടന്നെന്നുള്ളൊരു സാക്ഷ്യം ഞാൻ കണ്ടു. അപ്പം ഞാനും വിചാരിച്ച് എനിക്കും ഇവിടെ കാലുകുത്തിയാലും നടക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഞാൻ ജനുവരി 7 തീയതി 2021 എനിക്ക് ഈ കുഞ്ഞ് മാതാവിനെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊണ്ടുവന്ന് തന്നു. അപ്പം ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മേശമേലാണ് ഇരിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി പെട്ടെന്ന് ആരോ എടുത്തു വെച്ച പോലെ എൻ്റെ അടുത്ത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വന്ന് കിടക്കുകയും പിന്നെ ഞാൻ സ്വപ്നം കാണുകയാണ്. 2 പ്രാവശ്യം അച്ഛനും പ്രാർത്ഥിച്ച് ഞാൻ നടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. പിന്നെ സ്വപ്നത്തിൽ തന്നെ പച്ചത്തിരി കത്തിക്കാനായിട്ട് പറയുന്നു. പിന്നെ സങ്കീർത്തനം 28ഉം 30ഉം എനിക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ പിന്നെ എനിക്ക് ഇവിടെ വരണം എന്നുള്ളൊരു ഇതാണ്. എനിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കും ഇത് നടക്കാനൊക്കെ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ പിന്നത്തെ ഞായറാഴ്ച 14 തീയതി ആയപ്പോൾ അത്രയും നാളെനിക്ക് നടക്കാനൊന്നും പറ്റാത്ത കണ്ടീഷനായ കാരണം ഇങ്ങോട്ട് വരാനായിട്ടൊന്നും പറ്റൂലായിരുന്നു. അത്രയും ദൂരമൊക്കെ കൊണ്ടുവരാനായിട്ടൊന്നും പറ്റൂല, കാരണം ഇരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ പെട്ടെന്ന് എന്തോ സമ്മതിച്ചു അങ്ങനെ പോരാൻ തോന്നി. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് അന്ന് ഒരു കുഴപ്പമോ ഇവിടെ വന്നു കഴിഞ്ഞ് പോയിട്ടൊരു കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ആ സൈഡിൽ ഇങ്ങനെ തലയ്ക്ക് തൊട്ട് പ്രാർത്ഥിച്ചിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അങ്ങനെ ചെന്ന് അങ്ങനെ അച്ഛൻ അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തിട്ടില്ല. ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം വേദനയുള്ള ഭാഗത്ത് തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ പോന്നു. പക്ഷേ എനിക്കിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ടുള്ള മനസ്സ് തോന്നിച്ചില്ല. കാരണം എനിക്ക് ഉടമ്പടി കൊണ്ടുപോകാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞ് എൻ്റെ ആരോഗ്യം എനിക്ക് തിരിച്ചു തരണം. മാതാവിന് എപ്പോൾ മനസ്സ് തോന്നിക്കുന്നു അപ്പം എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് പുറത്തേക്ക് പോയപ്പോഴേക്കും ഞങ്ങളുടെ കാറ് ലോക്കായിപ്പോയി. എന്നിട്ട് എത്ര ശ്രമിച്ചിട്ടും അത് തുറന്നില്ല. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി തൈലവും പ്രാർത്ഥനയും ചൊല്ലി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തുറന്നു വന്നു. എന്നിട്ടും എനിക്ക് മനസ്സ് തോന്നാണ്ട് ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം പകുതി ആയപ്പോൾ തുടങ്ങി എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര ഇതാണ്, ഉടമ്പടി എടുത്താൽ മതിയായിരുന്നു എന്നും പറഞ്ഞ്. പിന്നെ ഞാനിവിടെ വരാനായിട്ട് എത്ര ശ്രമിച്ചിട്ടാണെങ്കിലും അത് നടക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പക്ഷേ വന്നു പോയതിന് ശേഷം എനിക്ക് പിന്നെ ഒരു മാറ്റം, നടക്കാനൊക്കെ തുടങ്ങി. എല്ലാ കാര്യങ്ങളും അല്ലെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് നിന്ന് ചെയ്യാനായിട്ടുള്ളൊരിത് വന്ന്. പിന്നെ മരുന്ന് കഴിക്കും അലർജി പോലെ വന്നു. അപ്പം ഞാൻ വിചാരിച്ച് മാതാവ് എൻ്റെ രോഗം എടുത്ത് മാറ്റണയാണ്, മരുന്ന് എടുത്ത് മാറ്റിയതായിരിക്കും എന്ന് വിചാരിച്ച്. അങ്ങനെ ഒരു ജൂൺ ആയപ്പോഴേക്കും എത്ര ശ്രമിച്ചിട്ടും ഉടമ്പടി എടുക്കാൻ വരാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി ചെയ്തു.
ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ജൂണിലെടുത്തതിന് ശേഷം ജൂലൈ ആയപ്പോഴേക്കും പെട്ടെന്ന് എനിക്ക് പഴയ ഒരു കണ്ടീഷൻ തന്നെ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. അപ്പോൾ അങ്ങനെ കാണിച്ചത് അതും മാതാവിൻ്റെ, ഞാനിവിടെ വന്ന് 7ാമത്തെ ഓരോ സ്ഥലങ്ങളിങ്ങനെ മരുന്ന് മാറിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു. അത് ആദ്യം 7ാമത്തെ സ്ഥലമായപ്പോഴാണ് എനിക്കിത് മാറ്റം വന്നത്. അതും സമയം 2:30 മണി. അപ്പം ഞാൻ പറഞ്ഞത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയമാണ്. അതിന് ശേഷം ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ 7ാമത്തെ മാസമായപ്പോഴേക്കും എനിക്ക് ഉഴിച്ചിൽ നടന്നു. ഉഴിച്ചിൽ നടന്നു കഴിഞ്ഞിട്ടും വീണ്ടും പൂർണ്ണമായില്ല എങ്കിലും അങ്ങനെ ഇതായിട്ട് നടന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉഴിച്ചിലിന് ശേഷം വീണ്ടും 7ാമത്തെ മാസം മാർച്ചിൽ ഞാൻ ഇവിടെ വന്ന് 2023 അത് ഞാൻ ആദ്യം മാർച്ച് മാസത്തിൽ 14/3/2021 ഞാനിവിടെ വന്നത്. എങ്കിൽ പിന്നത്തെ അതേ കൊല്ലം അതേ ദിവസം തന്നെ ഞങ്ങൾ ഞായറാഴ്ചയാണ് ഇവിടെ വരാറ്. അപ്പോൾ ആ ദിവസം എന്നെ മാതാവ് ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ഉടമ്പടി എടുപ്പിച്ചു. ആ ഉടമ്പടി എടുക്കണതിന് തലേ ദിവസം തുടങ്ങി എനിക്ക് ഒരു കുഴപ്പമെന്ന് പറഞ്ഞില്ല. പഴയ പോലെ ഞാൻ ആദ്യമായിട്ട് 2 വർഷത്തിന് ശേഷം 4 വർഷമായി തുടങ്ങിയ ഇതാണ്. അത് 2 വർഷമാണ് ഇങ്ങനെയെങ്കിലൊക്കെ ഇതായി. 2 വർഷം വളരെ ബുദ്ധിമുട്ടായിരുന്നു. 2 വർഷത്തിന് ശേഷം ആദ്യമായി ഞാൻ വണ്ടിയിൽ കയറുന്നതും പിന്നെ ഇവിടെ വന്ന് ഞാൻ കാലത്ത് എനിക്കൊരു ഇത്തിരി നേരെ നിൽക്കാൻ പറ്റില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്ന് കാലത്ത് നിന്ന് വൈകിട്ട് വരെ 3 നില വരെ കയറിയെങ്കിൽ എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. പിന്നീട് മാതാവ് അതെനിക്ക് പൂർണ്ണമായിട്ട്, ഇപ്പം മരുന്നുമില്ല ഒന്നുമില്ല, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ നേർച്ച വസ്തുക്കളാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്, ഉപ്പും തൈലവും. അതുകൊണ്ട് എനിക്കിപ്പോൾ പഴയ അവസ്ഥയിൽ പഴയതിൽ ഞാൻ എങ്ങനെ ചെയ്തിരുന്നു എല്ലാ കാര്യങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും ഇന്നിപ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട് എനിക്ക് ഇതുപോലെ തന്നെ 4 വർഷമായിട്ട് PCODയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ പീരീഡ്സ് ആകാൻ മരുന്ന് കഴിച്ചാണായിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പിന്നത്തെ മാസം തുടങ്ങി മരുന്ന് പൂർണ്ണമായിട്ടും മാതാവ് മാറ്റിത്തന്നു. പിന്നെ 3ാമത്തേതായിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ഞാൻ 2ാമത് മാർച്ച് 2023 വീണ്ടും ഒരു വീഴ്ച വീണു. അതിലെൻ്റെ കൈക്ക് പെട്ടെന്ന് ബലം കുറഞ്ഞു. കൈ എനിക്ക് ഒന്ന് തുണി പിഴിയാനോ അങ്ങനത്തെ ഒരവസ്ഥ വന്ന് ഡ്രസ്സ് ഇടാനായിട്ട് ബുദ്ധിമുട്ട്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞിരുന്നു. മാതാവ് അതിന് ഇവിടെ ഞാൻ 3ാമത്തെ പുതുക്കലിന് വന്നപ്പോൾ അച്ഛൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഷോൾഡറിൻ്റെ അവിടെ എന്തോ ഒരു വേദന പോലെ 2 പ്രാവശ്യം. പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി പുതുക്കിക്കൊണ്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ എനിക്ക് ആ ഒരു ഇത് പൂർണ്ണമായി മാതാവ് മാറ്റിത്തന്നു. പിന്നെ പതുക്കെ എല്ലാം പഴയ അവസ്ഥയിലായിട്ടായി. അതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. പിന്നെ ആത്മീയമായിട്ടാണെങ്കിലും എനിക്ക് വളരെയധികം മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഈ സഹനം തന്നത് മാതാവിനോട് കൂടുതൽ ഈശോയോട് മടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇത്രയും പ്രാർത്ഥിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ ഇത്രയും ഈശോയോട് അടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഒരു ദിവസം പോലും കുർബാന മുടക്കാനോ എനിക്ക് പറ്റില്ല. എല്ലാ ദിവസവും ഉടമ്പടി എടുത്ത് അന്ന് തുടങ്ങി ഇന്ന് വരെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും വചനം വായനയാണെങ്കിലും വായിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ദൈവത്തോട് കൂടുതൽ ഒരു ആത്മീയമായിട്ട് അടുക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിലാണെങ്കിൽ നമുക്ക് എല്ലാവരോടും വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ല. എല്ലാവരോടും ക്ഷമിക്കാനുള്ളൊരു ഇത്, പിന്നെ മറ്റുള്ളവരോട് നമുക്ക് നല്ല കാരുണ്യം തോന്നുന്നു. എല്ലാം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഈശോയെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ നമ്മൾ മനസ്സനുവദിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ഇതിലോട്ടായി ഞാനിപ്പോൾ മാറി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഞാൻ പത്രങ്ങളെല്ലാം മാസം വാങ്ങിച്ച് എല്ലാ വീടുകളും തോറും നടന്നു കൊടുക്കുന്നു. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു. പിന്നെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാ സഹായങ്ങളും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ഞാൻ ചെയ്യുന്നു. ഇനിയിപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജീവിതാവസാനം വരെ മാതാവിൻ്റെ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്. കർത്താവായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം, നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം. നിൻ്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിൻ്റെ ചന്ദ്രൻ മറയുകയുമില്ല.
നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. ബിന്ധ്യ എന്ന ഈ മകള് തനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന തൻ്റെ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ്, അതുമൂലം നട്ടലിനും കഴുത്തിനും ഒക്കെ അകൽച്ച വന്ന് തനിക്ക് നടക്കാനോ ശരിക്കും നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്ത തൻ്റെ അവസ്ഥകൾ, അതോടൊപ്പം തന്നെ PCODയുടെ പ്രോബ്ലം 4 വർഷമായിട്ടുണ്ട്. അതിന് മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ മാത്രം പീരീഡ് ആകുന്ന അവസ്ഥ, തൻ്റെ കൈയുടെ കാര്യം, ഒരു വീഴ്ചയിൽ കൈക്ക് പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ബലമൊന്നുമില്ലാതെ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ആണ് ഈ മകൾക്ക് സൗഖ്യ അനുഭവങ്ങളായി ലഭിക്കുന്നത്. താൻ ഇവിടെ വരുന്നത് 2021 എന്നാൽ ഇവിടെ വരാനായിട്ട് തനിക്ക് യൂട്യൂബിലൂടെ തനിക്കൊരു ലിങ്ക് കിട്ടുകയും അങ്ങനെ താൻ അന്ന് തൻ്റെ നിയോഗം ഇവിടെ നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പേര് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇവിടെ വിളിച്ചു പറയുന്നു, തൻ്റെ നിയോഗം പറയുന്നു. അത് തനിക്ക് കൂടുതൽ വിശ്വാസം നൽകി. പിന്നീട് പരിശുദ്ധ അമ്മ ഈ മകളുടെ ജീവിതത്തിൽ സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും സ്വരമായിട്ടും ഒക്കെ ഈ മകൾക്ക് സാന്നിധ്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല, ഈശോ പറയുന്നുണ്ട്. താൻ ഇങ്ങോട്ട് വരുന്ന കാര്യം, അതായത് ഉടമ്പടി എടുക്കുന്ന കാര്യം, അതിന് ഈ മകൾ വീണ്ടും വീണ്ടും ദിവസങ്ങൾ മുൻപോട്ട് നീക്കുകയാണ്. പിന്നീടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടിയിലൂടെ പിന്നീട് തനിക്ക് പരിപൂർണമായിട്ടുള്ള, അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള രോഗനിർണയവും അതുപോലെ തന്നെ ചികിത്സയും അതാണ് തനിക്ക് ലഭിക്കുന്നത്. ആ ചികിത്സയിലൂടെ പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ ഈ മകള് മാതാവിനോട് അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ വരികയും ഇവിടെ വന്ന് പിന്നീട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനിടയാകുന്നു. അതെല്ലാം 7 എന്നുള്ള തനിക്ക് ആ ഒരു തീയതിയിലൊക്കെ തനിക്ക് പ്രത്യേകമായിട്ട് ഈശോ ഇടപെടുന്നത്. പരിശുദ്ധ അമ്മ എന്തുകൊണ്ടാണ് ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഈ മണ്ണിൽ നാം ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയേറെ അനുഭവങ്ങൾ പലർക്കും അവരുടെ ജീവിതത്തിൽ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ അവരിവിടെ ഒന്ന് വന്നു എന്നുള്ള കാരണത്താൽ തന്നെ അവർക്ക് ഒത്തിരിയേറെ കൃപകൾ ലഭിക്കുന്നുണ്ട്. അതായത് ഇവിടെ കൃപാസനത്തിൻ്റെ ഒരു ആസ്തിയുണ്ട്. അത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ജീവിത യാത്രയാണ്. അച്ഛൻ്റെ ജീവചരിത്ര കുറിപ്പിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. അച്ഛൻ 4 വയസ്സിൽ ദൈവത്തെ അറിഞ്ഞ ആ ഒരു സമയം മുതൽ പിന്നീട് അച്ഛൻ്റെ കടലോര യജ്ഞം, അതായത് കടലിലൂടെ വള്ളത്തിൽ നടന്ന് ജനങ്ങളെ പ്രബോധിപ്പിക്കുക, കുമ്പസാരിപ്പിക്കുക, അപ്പോഴിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ അച്ഛൻ എടുത്ത ഒരു എഫേർട്ടുണ്ട്. ദൈവം മാത്രം തനിക്ക് കൂട്ടായി നിന്ന അവസരത്തിൽ അച്ഛനെടുത്ത ഒരു റിസ്ക്, അത് ആ വിലയായിട്ട് അച്ഛൻ നൽകിയ ആ ഓരോന്നും അതൊക്കെ കൃപാസനത്തിൻ്റെ ആസ്തിയാണ്. അതോടൊപ്പം തന്നെ ജപമാല, അണമുറിയാത്ത ജപമാലകൾ ഇടതടവില്ലാതെ 1 വർഷത്തോളം ഇവിടെ നടന്നത്. ഇങ്ങനെ കൃപാസനത്തിൻ്റെ ഈ ആസ്തിയിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വരുമ്പോൾ നാം അതിനോട് കൂട്ടിച്ചേർത്താണ് നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് നമുക്ക് ഓരോന്നും ലഭിക്കുക. അങ്ങനെ ജപമാലകളാൽ കുതിർന്ന ഈ മണ്ണ്, കണ്ണീരിനാൽ കുതിർന്ന മണ്ണ്, നാം ഓരോരുത്തരും ഇവിടെ നിന്ന് കരഞ്ഞ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാകരുത്, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. നമുക്ക് പരിചയമുള്ളവരോ പരിചയമില്ലാത്തവരോ ആരുമാകട്ടെ, ആ ഒരു പ്രാർത്ഥനയുടെയൊക്കെ ഫലം അതെല്ലാം ഇവിടെയുണ്ട്. ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് വേണ്ട സൗഖ്യാനുഭവം ലഭിക്കുന്നത്. ഈ അക്കൗണ്ടിലേക്കാണ് നാം നമ്മുടെ നിയോഗങ്ങളും സമർപ്പിക്കുന്നത്. അങ്ങനെ ഇന്ന് ഈ മകൾ ഇവിടെ നിൽക്കുമ്പോൾ തനിക്ക് കിട്ടിയതൊക്കെ കൃപയായിട്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയല്ല,
കർത്താവിൻ്റെ കൃപയാണ് നമുക്കെല്ലാം നൽകുന്നത് എന്നുള്ള ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ആ കണ്ടൻറ്റ് തന്നെ അതാണ്. അങ്ങനെ തൻ്റെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെട്ടു, തനിക്കിന്ന് ആരോടും ദേഷ്യമില്ല, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ എല്ലാവരോടും ക്ഷമിക്കുവാനും എല്ലാവരെയും തൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാനുമൊക്കെ തനിക്ക് കഴിയുന്നു. ഇങ്ങനെ ആത്മീയ ജീവിതത്തിൻ്റെ ബലമാണ് നമുക്ക് പിന്നീട് കൃപയായിട്ട് സൗഖ്യാനുഭവമായിട്ട് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്താം. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമായില്ല, ഉടമ്പടി ജീവിക്കണം. അത് വിശ്വസ്തവും സത്യസന്ധവുമായിട്ട് ജീവിച്ച് കർത്താവിൻ്റെ സാക്ഷികളാകാൻ നമുക്കും ഇടവരട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.